ഇറാനിലെ പ്രതിപക്ഷം ഔദ്യോഗികമായ അഥവാ ആയത്തുള്ള ഖുമൈനിയുടെയും ഭരണപക്ഷത്തിൻ്റെയും എതിരെയായി നിലയുറപ്പിക്കണം. അതിന് ഇറാനിനകത്ത് ആഭ്യന്തര പ്രശ്നങ്ങൾ വേണം. അതിന് ഇറാനിലെ പ്രതിപക്ഷം തങ്ങളുടെ കൂടെ നിൽക്കണം, ജനങ്ങൾ വെറുക്കണം. അങ്ങനെ ആ ജനത ആഭ്യന്തരമായി ഇറാനിലെ ഭരണകൂടത്തിനെതിരെ നീങ്ങുമ്പോൾ മാത്രമാണ് തങ്ങൾക്ക് അവിടെ കൂടുതൽ ആക്രമണങ്ങൾ നടത്താനും പെട്ടെന്ന് തന്നെ ഖുമൈനിയെ പുറത്താക്കുവാനുമൊക്കെ കഴിയുകയുള്ളൂ എന്ന ഒരു ആഗ്രഹവും മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഇസ്രയേൽ വളരെ ശക്തമായ ആക്രമണങ്ങൾ നടത്താൻ മുന്നോട്ട് വന്നത്. എന്നാൽ ഇപ്പോൾ ഇറാനിൽ നിന്നും ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സൂചന എന്ന് പറയുന്നത് ഇറാനിൽ ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്, പലതരത്തിലുള്ള യാഥാസ്ഥിക ഗ്രൂപ്പുകളുണ്ട്, പലതരത്തിലുള്ള സംവിധാനങ്ങൾ ഇറാനകത്തുണ്ട്, ഗോത്രങ്ങളുണ്ട്, ഉപഗോത്രങ്ങളുണ്ട്. അത്തരത്തിലുള്ള പല പ്രവർത്തനങ്ങളും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഇറാൻ എന്ന് പറയുന്ന രാജ്യത്ത് പക്ഷേ ഇറാൻ ഇപ്പോൾ വന്ന് പെട്ടു നിൽക്കുന്ന വളരെ വലിയൊരു പ്രതിസന്ധിയുണ്ട്. ആ പ്രതിസന്ധി എന്ന് പറയുന്നത് തങ്ങളുടെ മുൻപിൽ വലിയൊരു യുദ്ധം നടക്കുകയാണ്. ആ രാജ്യത്തെ ജനത അഥവാ പ്രതിപക്ഷം ഉൾപ്പെടെ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകൾ പ്രകാരം അവർ ഒന്നിച്ചു നിൽക്കുകയാണ്. നമുക്കറിയാം, ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ സംഘർഷമുണ്ടായപ്പോൾ ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടികൾ ഒന്നടങ്കം നരേന്ദ്രമോദിയോട് ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്, രാഷ്ട്രീയപരമായിട്ടുണ്ട്, ഭരണപരമായിട്ടുണ്ട്, അല്ലാതെയുണ്ട്. പക്ഷേ ഇതൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് രാജ്യം എന്ന ഒരൊറ്റ വികാരത്തിലേക്ക് ഇന്ത്യ നിന്നപ്പോൾ നമ്മുടെ ശത്രുവിനെ എളുപ്പം തറ പറ്റിക്കാൻ ഇന്ത്യക്ക് സാധിച്ചതുപോലെ ഇറാന്റെ ശത്രുവിനെ എളുപ്പം തറ പറ്റിക്കുന്നിടത്തേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകാൻ ആ ജനത ഒന്നിച്ചു നിൽക്കുകയാണ് എന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇതിന് പ്രധാനമായിട്ടും ഇസ്രയേൽ മുന്നോട്ട് വെക്കാൻ പോകുന്നത് പാർപ്പിട സമുച്ചയങ്ങളും ആശുപത്രികളും സാംസ്കാരിക കേന്ദ്രങ്ങളുമൊക്കെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ആക്രമണങ്ങൾ ഇറാനിയൻ ജനതയെ പ്രകോപിപ്പിക്കുകയും പേടിപ്പിക്കുകയും അതോടൊപ്പം തന്നെ ഏതെങ്കിലും തരത്തിൽ ഈ ഭരണകൂടം ഒഴിഞ്ഞു പോകണമെന്ന് അവരെ കൊണ്ട് ചിന്തിപ്പിക്കുകയും ചെയ്യും എന്നൊക്കെയായിരുന്നു ഇസ്രയേൽ വിചാരിച്ചിരുന്നത്. പക്ഷേ ഇതെല്ലാം തകിടം മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഇസ്രയേലിനെതിരെ ജനങ്ങൾ ഒന്നിക്കുകയാണ് എന്നതാണ്. ഇറാൻ തെഹ്റാൻ ആസ്ഥമായുള്ള സെൻറ്റർ ഫോർ മിഡിൽ ഈസ്റ്റ് സ്ട്രാറ്റജിക് സ്റ്റഡീസിലെ സീനിയർ റിസർച്ച് ഫെലോ അബ്ബാസ് അസ്ലാനി അൽ ജസീറയുമായി നടത്തിയ അഭിമുഖത്തിലാണ് ഇക്കാര്യങ്ങളൊക്കെ അദ്ദേഹം വ്യക്തമാക്കുന്നത്. ഇസ്രായേൽ ആക്രമണങ്ങളിലൂടെ ഇറാനിൽ കുഴപ്പങ്ങൾ സൃഷ്ടിക്കാനും ജനങ്ങളെ സർക്കാരിനെതിരെ തിരിക്കാനും ശ്രമിക്കുന്നു. എന്നാൽ ഇത് ജനങ്ങളെ ഇസ്രായേലിനെതിരെ ഒന്നിപ്പിക്കുകയും ശക്തമായ ഇസ്രായേൽ വിരുദ്ധ വികാരം ഉണ്ടാക്കാൻ അവരെ പ്രേരിപ്പിക്കുകയും ചെയ്തു എന്നാണ് അസ്ലാനി പറയുന്നത്. പതിറ്റാണ്ടുകളായി ഉപരോധങ്ങളും കൊലപാതകങ്ങളും ഉൾപ്പെടെയുള്ള സമ്മർദ്ദങ്ങൾ ഇറാൻ നേരിട്ടിട്ടും ആണവ പദ്ധതി ഉപേക്ഷിക്കാൻ അവർ തയ്യാറായിട്ടില്ല. ആണവ പദ്ധതി ഉപേക്ഷിച്ചാൽ ഭാവിയിൽ ഇതിലും വലിയ ആക്രമണങ്ങൾക്ക് ഇറാൻ വിധേയമാകും എന്നാണ് ടെഹ്റാൻ കരുതുന്നത്. അമേരിക്കയിൽ നിന്നുള്ള പരസ്പര വിരുദ്ധ സന്ദേശങ്ങൾ ഇറാന് പരിചിതമാണെന്നും അസ്ലാനി പറയുന്നുണ്ട്. ഈ ആക്രമണങ്ങൾക്ക് ശേഷം അമേരിക്കയും ട്രംപും ഇറാനിൽ നിന്ന് കൂടുതൽ വിട്ടുവീഴ്ചകൾ ആവശ്യപ്പെടുകയാണെങ്കിൽ യുറേനിയം സമ്പുഷ്ടീകരണം പൂർണ്ണമായി നിർത്തണമെന്ന് ആവശ്യപ്പെട്ടാലും ഇറാൻ അത് അംഗീകരിക്കാൻ പോകുന്നില്ല. ജോർജ് ബുഷിന്റെ ഭരണകാലത്ത് ഇറാൻ വളരെയധികം സമ്മർദ്ദം നേരിട്ടിട്ടും ഇപ്പോൾ ആയിരക്കണക്കിന് നൂതന സാങ്കേതിക വിദ്യകളും യന്ത്രങ്ങളും ഉപയോഗിച്ച് ഗണ്യമായ അളവിൽ സമ്പുഷ്ട യുറേനിയം ഇറാൻ ഉൽപ്പാദിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. ട്രംപിന്റെ ലക്ഷ്യങ്ങൾ ആണവ പദ്ധതി ഇല്ലാതാക്കുകയാണെങ്കിൽ അത് നേടാനാകില്ല എന്നും അദ്ദേഹം മുന്നോട്ട് വെക്കുന്നുണ്ട്. ഇറാന്റെ ഫോർഡോ ആണവ കേന്ദ്രത്തിന് നേരെ ഇസ്രായേൽ നടത്തിയ ആക്രമണം മേഖലയിൽ വളരെ വലിയ യുദ്ധഭീതി തന്നെ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ടെഹ്റാന്റെ തെക്ക് ഭാഗത്ത് കനത്ത സുരക്ഷയുള്ള യുറേനിയം സമ്പുഷ്ടീകരണ പ്ലാന്റാണ് ഫോർഡോ എന്ന് പറയുന്നത്. മുൻ ഇസ്രായേലി നയതന്ത്രജ്ഞനും നിരീക്ഷണമായ അലോൺ പിങ്കാസ് അൽ ജസീറയോട് ഒരു കാര്യം പറയുന്നുണ്ട്. അമേരിക്കൻ സൈന്യം ഇടപെടാതെ ഇറാന്റെ ഭീഷണി നിർവീര്യമാക്കാൻ ഇസ്രായേലിന് മാത്രം കഴിയില്ല എന്നാണ്. അതുകൊണ്ടാണ് അമേരിക്കയെ ഇറാനെതിരെ യുദ്ധം ചെയ്യാൻ ഇസ്രായേൽ ആകർഷിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ക്ഷണിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ ഇസ്രായേലിൻ്റെ ആ ഒരു തന്ത്രത്തിലോ അല്ലെങ്കിൽ കെണിയിലോ അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞുറപ്പിച്ച ആ കുബുദ്ധിയിലോ അമേരിക്ക വീണുകൊണ്ട് മുന്നോട്ട് വരികയുമാണ്. തീർച്ചയായിട്ടും വരും ദിവസങ്ങളിൽ ഇറാനെതിരായുള്ള ആക്രമണത്തിൽ അമേരിക്കയും പങ്കെടുക്കും എന്ന തരത്തിലുള്ള നിരീക്ഷണങ്ങൾ വരികയാണ്. ഇറാന്റെ ആണവ സൈനിക സൗകര്യങ്ങൾ ഒറ്റയ്ക്ക് തകർക്കാൻ ഇസ്രയേലിന് ശേഷിയേയില്ല. ഇതിന് ബോംബറുകളും ഡെലിവറി സംവിധാനങ്ങളും ഒക്കെ ആവശ്യമാണ്. അതുകൊണ്ടാണ് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അമേരിക്കയെ യുദ്ധത്തിലേക്ക് വലിച്ചേക്കാൻ പോകുന്നത് എന്നും പിങ്കാസ് വ്യക്തമാക്കുന്നുണ്ട്. അമേരിക്കയുടെ ഇടപെടലില്ലെങ്കിൽ ഇസ്രായേലിന്റെ തന്ത്രം പരാജയപ്പെടുമെന്നും അദ്ദേഹം പറയുന്നുണ്ട്. അതേസമയം ഇറാൻ ചർച്ചകൾക്ക് തയ്യാറാണെന്ന് ഇറാനിയൻ സുരക്ഷാ ഉദ്യോഗസ്ഥൻ വെളിപ്പെടുത്തുന്നുമുണ്ട്. എന്നാൽ അവരുടെ ആ ഡിമാൻഡുകൾ പരിഗണിക്കപ്പെടണമെന്നതാണ് വ്യവസ്ഥ. ഇസ്രായേലിൻ്റെ നിലവിലെ
തന്ത്രം ലക്ഷ്യങ്ങൾ കൈവരിച്ചിട്ടില്ലെന്നും പുതിയ ആക്രമണ മാർഗങ്ങൾ തേടുകയാണ് എന്നുമൊക്കെ ഉദ്യോഗസ്ഥർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഏതായിരുന്നാലും ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാനിൽ ഒരു ആഭ്യന്തര പ്രശ്നങ്ങൾ ഉണ്ടാക്കി ഈ പറയപ്പെടുന്ന പ്രശ്നങ്ങളൊക്കെ അതിലേക്ക് വലിച്ചിഴച്ച് ആ രാജ്യത്തെ ജനങ്ങളെ ഭിന്നിപ്പിച്ചുകൊണ്ട് അതിൽ നിന്നും മുതലെടുപ്പ് നടത്തുക എന്നത് സാമ്രാജ്യത്വത്തിൻ്റെ എക്കാലത്തെയും തന്ത്രമാണ്. ആ തന്ത്രം തന്നെ ഇവിടെയും പയറ്റും. ആയുധം തോൽക്കുന്നിടത്ത് പിന്നെയുള്ളത് ആ ഒരു രീതിയാണ്. ആ ഒരു രീതി ഇറാനിലെ ജനങ്ങൾ ഒന്നിച്ചു നിൽക്കുകയാണെങ്കിൽ എല്ലാ കുതന്ത്രങ്ങളെയും അവർക്ക് അതിജീവിക്കുവാനും ഇവരെ തോൽപ്പിക്കുവാനും കഴിയും എന്നൊരു നിരീക്ഷണത്തിൽ കൂടി മുന്നോട്ട് വരുന്നുണ്ട്. നമ്മൾ നേരത്തെ ഒരു വാർത്ത പറഞ്ഞിരുന്നു, 4ാമത്തെ F-35 യുദ്ധവിമാനവും ഇറാൻ തകർത്തു. അതിൻ്റെ ഔദ്യോഗികമായ സ്ഥിരീകരണം വരുന്നുണ്ട്. ആ വാർത്ത നമ്മൾ അതിനുശേഷം ഒരു അപ്ഡേഷൻ വാർത്ത ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഈ വാർത്തയ്ക്ക് ശേഷം വളരെ പെട്ടെന്ന് ആ ഒരു വാർത്തയിലേക്ക് കൂടി കടക്കേണ്ടതായിട്ടുണ്ട്.